ഒരു ദിവസം പുലരുന്ന സമയത്ത് ഇതൊക്കെ കേൾക്കുന്നത് എത്രത്തോളം മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കും പ്രേക്ഷകർക്ക് എന്ന് കൃത്യമായ ബോധ്യമുണ്ട്. പക്ഷേ ഇത് നമ്മൾ കേൾക്കേണ്ടതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്തൊക്കെയാണ് എന്നത് ഞെട്ടിക്കുന്നതാണ്. ആ ഇൻസ്റ്റഗ്രാം ചാറ്റിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം. അതെ, ഞാനൊരു കാര്യം പറഞ്ഞു. ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞ അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. സൂര്യേ, എൻ്റെ വാപ്പ വിളിച്ചിരുന്നു. എൻ്റെ ഫുള്ളാ. പിന്നെ ഫഹദേ, ഞാനൊരു കാര്യം പറഞ്ഞു. ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞ അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. സൂര്യേ, എൻ്റെ വാപ്പ വിളിച്ചിരുന്നു. എൻ്റെ ഫുള്ളാ. പിന്നെ ഫഹദേ, ഞാനൊരു കാര്യം പറഞ്ഞു. ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞ അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. സൂര്യേ, എൻ്റെ വാപ്പ വിളിച്ചിരുന്നു. എൻ്റെ ഫുള്ളാ. പിന്നെ ഫഹദേ, ഞാനൊരു കാര്യം പറഞ്ഞു. ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞ അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. സൂര്യേ, എൻ്റെ വാപ്പ വിളിച്ചിരുന്നു. എൻ്റെ ഫുള്ളാ. അനീഷെ, നമ്മളൊക്കെയും സ്കൂളിൽ പഠിച്ചതാണ്. നമ്മുടെ മക്കൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ മുൻപത്തെ തലമുറയും പഠിച്ചിട്ടുണ്ട്. സ്കൂളിൽ കുട്ടികൾ തമ്മിൽ ഇത്തരം സംഘർഷം ഉണ്ടാവുന്നതും ചെറിയ വാക്കേറ്റം ഉണ്ടാവുന്നതും ഒക്കെ പതിവാണ്. പക്ഷേ അവിടെ കൊല്ലുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. 10ാം ക്ലാസ്സുകാരാണ്, 15ഓ 16ഓ മാത്രം വയസ്സ് പ്രായമുള്ള കുട്ടികളാണ്. കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും, അവൻ്റെ കണ്ണു പോയി നോക്ക് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും പേടിയാവുകയാണ്. ഇത് ഈ അക്രമം നടന്നതിന് ശേഷമുള്ള വോയിസ് ചാറ്റാണോ? സംഭവം നടന്ന ശേഷവും അതിനു മുമ്പുമുള്ള വോയിസ് ചാറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഈ രണ്ടു തരത്തിലാണ്. ഒന്ന്, അവനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും എന്ന് പറയുന്നത് ഈ സംഭവം നടക്കുന്നതിന് മുമ്പുള്ള വോയിസ് ചാറ്റാണ് എന്ന് മനസ്സിലാകുന്നു. ഒപ്പം ഇത് നടന്ന ശേഷമുള്ള ഇവരുടെ സംഭാഷണത്തിലും പറയുന്നുണ്ട്. കാരണം ഇത് വലിയ കാര്യമുള്ള കുഴപ്പമല്ല, അവൻ ഇങ്ങോട്ട് വന്ന് കയറിയതാണ്. അതായത് ഷഹബാസ് അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് വന്നതാണ്, അതുകൊണ്ട് വലിയ കേസൊന്നും ഉണ്ടാവില്ല എന്ന രീതിയിൽ. അതായത് ഈ കുട്ടികൾ ഈ കൃത്യം നടക്കുന്നതിന് മുമ്പ് കൊല്ലണമെന്ന ഒരു കൃത്യമായ ഉദ്ദേശം, അല്ലെങ്കിൽ അവരുടെ വാക്കുകളിൽ പോലും അത്തരം, അവരുടെ ചിന്തകളിലൊക്കെ അത്തരം കാര്യങ്ങൾ കടന്നു വരുന്നു എന്നതാണ് ഏറെ വേദനിപ്പിക്കുന്നത്. ഇത് കഴിഞ്ഞ ശേഷം പിന്നീട് ഇത് കേസ് ഉണ്ടാവില്ല, ഇതിന്റെ പരിണത ഫലങ്ങളെ കുറിച്ച്, അതായത് ഈ ജൂനൈൽ കേസുകളാണ് വരുന്നത്, പ്രായപൂർത്തിയാവാത്ത കുട്ടികളാണ്, അതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്ന പരിണത ഫലങ്ങളെ കുറിച്ച് പോലും അവർ കണക്കാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു വസ്തുത. കാരണം സഹപാഠിക്കൊരു പിശക് പറ്റി, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഘർഷം ഒരു ഇതിലേക്ക് വഴിമാറുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ക്ഷമാപണമോ അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടോ അത്തരം കാര്യങ്ങളൊന്നുമല്ല അവരതിന് ശേഷവും ചർച്ച ചെയ്തു. നമുക്കറിയാം, കേവലം ഒരു ട്യൂഷൻ സെന്ററിൽ ഈ ഒരു പാട്ട് റെക്കോർഡിട്ട് പാട്ടിടുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചില സാങ്കേതിക പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പാട്ട് തടസ്സപ്പെടുക, ഈ നൃത്തം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പാട്ട് തടസ്സപ്പെടുത്തുക എന്നൊരു ചെറിയ കാര്യമാണ് അവിടെ നടന്നത്. അതിനുശേഷം ഈ താമരശ്ശേരി സ്കൂളിലെ കുട്ടികൾ, ചില വിദ്യാർത്ഥികൾ കൂകി വിളിക്കുന്നു. ഈ കൂകി വിളിക്കുന്നതിനപ്പുറം രണ്ട് സ്കൂളിലെയും വിദ്യാർത്ഥികൾ പരസ്പരം സംഘടിക്കുന്നു. ഇന്നലെ ഈ ഷഹബാസിന്റെ അച്ഛൻ ഇക്ബാൽ പറഞ്ഞതനുസരിച്ച് ഈ ഷഹബാസ് ആ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ആ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന കുട്ടി പോലുമല്ല. അവർ സുഹൃത്തുക്കളുടെ ആഹ്വാനം അനുസരിച്ച്, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വൈകുന്നേരം അവിടേക്ക് പോകാൻ നേരത്ത് വിളിച്ചപ്പോൾ അവരുടെ ഒപ്പം പോയ ആൾ മാത്രമാണ് ഷഹബാസ്. അങ്ങനെ ഈ രണ്ട് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് ആ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്നത്. പക്ഷെ അവർ മാത്രമല്ല, അവരുടെ പുറത്തുള്ള മറ്റിടങ്ങളിലെ കൂട്ടുകാരെ കൂടെ വിളിച്ചുകൊണ്ട് പോയി ആക്രമിക്കുന്ന ഒരു രംഗം. ഈ പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മൊഴിയൊക്കെ അനുസരിച്ച് ഈ കൈകൊണ്ട് മാത്രമല്ല, നെഞ്ചക്ക് പോലുള്ള ചില ആയുധങ്ങൾ കൂടി ഉപയോഗിച്ചാണ് ഇത്തരമൊരു മർദ്ദനം നടന്നിരിക്കുന്നത് എന്നാണ് പോലീസിന് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. ഒപ്പം ഇക്ബാലിന്റെ അച്ഛൻ ഇന്നലെ നമ്മളോട് പറഞ്ഞതും അങ്ങനെ തന്നെയായിരുന്നു. ഈ കേവലം കുട്ടികൾ ഉണ്ടാക്കുന്ന വഴക്കല്ല, അതിനുപരി ഈ മുതിർന്നവർ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന സംശയം തനിക്കുണ്ട്. അതൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഷഹബാസിനെ ലക്ഷ്യമാക്കി തന്നെയാണോ ആക്രമണം നടന്നതെന്ന ഒരു ചിന്തയും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും അതീവ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. ഇത് കുറച്ചുകൂടി ആലോചനയോടുകൂടി, ആസൂത്രണത്തോടുകൂടിയാണോ ഈ കൃത്യം നടന്നത് എന്ന സംശയം നമുക്ക് ആശങ്ക വരുന്നത്. അതായത് കൂട്ടത്തോടെ തല്ലിയാൽ കേസ് വരില്ല, അതായത് അതിനെപ്പറ്റിയൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കൂട്ടത്തല്ലാണ് നടക്കുന്നതെങ്കിൽ ഒരാൾക്കെതിരെ മാത്രം കേസ് വരില്ല എന്നൊക്കെ ആലോചിച്ച് തന്നെ പോയി തല്ലുകയും ഇത്ര ക്രൂരമായി മർദ്ദിക്കുക. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഇന്നലെ കണ്ടിരുന്നു. ഒരു ചെറിയ കുട്ടിയാണ്, അത്ര വലിയ സൈസ് ഒന്നും ഉള്ള ഒരാളല്ല, ചെറിയൊരു കുട്ടിയെ
ഇങ്ങനെ കൂട്ടത്തോടെ തല്ലി, ഇതൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കേരളത്തിൽ നമ്മുടെയൊക്കെ കുട്ടികളാണല്ലോ ഇവർ. അങ്ങനെ ചെയ്യുന്നു എന്നത് വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ട് തോന്നുന്നു. തീർച്ചയായും ശ്രീജ, നമുക്ക് ഈ വാർത്ത നൽകുമ്പോൾ പോലും നമുക്കൊരു മാനസികമായി നമ്മൾ അങ്ങേയറ്റം ബുദ്ധിമുട്ട് കാണും. നമ്മൾ ഒരുപാട് കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ നൽകാറുണ്ട്. ഈ അപകടങ്ങളുടെ, ദുരന്തങ്ങളുടെ, ഉരുൾപൊട്ടലുകളുടെ ഒക്കെ വാർത്തകൾ നൽകുമ്പോൾ പോലും അതിനേക്കാളൊക്കെ ഒരു വേദന നമ്മുടെ സിരകളിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ച. കാരണം നമ്മുടെ വീടുകളിലും കുട്ടികളുണ്ട്, നമ്മുടെ അയൽവക്കത്തെ വീടുകളിലും കുട്ടികളുണ്ട്. ഈ കുട്ടികൾ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു? അങ്ങേയറ്റം സഹജീവി സ്നേഹത്തോടെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ബഹുമാനിക്കേണ്ട, അല്ലെങ്കിൽ അടുത്തൊരാൾക്ക് ആപത്ത് വരുമ്പോൾ അത് തന്റേതെന്ന് കരുതേണ്ട ഒരു കാലമാണ്. പക്ഷെ അവർക്ക് ആഘോഷങ്ങൾ പലപ്പോഴും അതിരുകടന്ന അർമാദങ്ങളായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് അടുത്ത കാലത്തായി കാണാൻ കഴിയും. കാരണം നമ്മളൊക്കെ പഠിച്ച കാലത്തെ പോലെ അല്ല ഇപ്പോൾ ഈ സ്കൂളിലെ ആഘോഷങ്ങൾ പോലും വലിയ മയക്കുമരുന്നിന്റെ ഉപയോഗത്തിലേക്കും മദ്യത്തിന്റെ ഉപയോഗത്തിലേക്കും ഒക്കെ വല്ലാത്ത രീതിയിൽ വഴിമാറുന്ന കാഴ്ച. കുറച്ചൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് പോലും സ്കൂൾ വിദ്യാർത്ഥികൾ മദ്യപിക്കുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവർ കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ അപ്പുറം ഈ ഇത്തരം ലഹരി പദാർത്ഥങ്ങളുടെ ഒരു സാന്നിധ്യം. ഇന്നലെ തന്നെ കാസർഗോഡ് ഒരു സ്കൂളിലെ 10ാം ക്ലാസ്സിന് ഇതുപോലെ ഫെയർവെൽ പാർട്ടിക്കിടെ കഞ്ചാവ് ഉപയോഗിച്ചാണ് കുട്ടികൾ ആഘോഷമാക്കിയത്. ആ എക്സൈസ് അവിടെ പരിശോധന നടത്തുകയും പോലീസൊക്കെ എത്തുകയും ഈ കുട്ടികളിൽ നിന്നും കഞ്ചാവ് പിടിച്ചെടുക്കുകയും ഈ കുട്ടികൾക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്ന ഒരു മുതിർന്ന ആളെ പിടികൂടുകയും ചെയ്തിരിക്കുന്നു. അതായത് പണ്ടൊക്കെ മാക്സിമം പോയാൽ ഒരു ബിയർ അടിക്കുന്നു എന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയിരുന്നെങ്കിൽ അതിനൊക്കെ അപ്പുറത്തേക്ക് കുട്ടികൾ പോയി കഞ്ചാവ് പാർട്ടി നടത്തി അവരുടെ യാത്രയപ്പ് ആഘോഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. സ്കൂളുകളിൽ വലിയ ആഡംബര കാറുകൾ എത്തിച്ച് ആ കാറുകളിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്ന രീതിയിലേക്ക് മാറുന്നു. സംഘടിതമായി ബാറുകളിലും മറ്റും പോയി ഫെയർവെൽ കഴിഞ്ഞാൽ മദ്യപിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഒരു വല്ലാത്ത രീതിയിലേക്ക് ഈ പുതിയ തലമുറയിലെ ഒരു വിഭാഗമെങ്കിലും മാറുന്നു എന്നതാണ് ഏറ്റവും വലിയ സങ്കടപ്പെടുത്തുന്ന കാഴ്ച. ഒപ്പം ഈ ഒരു ലഘു ന്യൂനപക്ഷം മാത്രമല്ല, ക്ലാസ്സിലെ സമർത്ഥരായ കുട്ടികളൊക്കെ പോലും ഇത്തരം ആഘോഷങ്ങളുടെ ഭാഗമായി മാറുന്നു. പെൺകുട്ടികൾ ഇത്തരം ആഘോഷങ്ങളുടെ ഭാഗമായി മാറുന്നു. അങ്ങനെ ഈ തമ്മിൽ തല്ലുകൂടുക, അല്ലെങ്കിൽ തമ്മിൽ ഈ പരസ്പരം വേദനിപ്പിക്കുക എന്നതൊക്കെ ഒരു വിഭാഗത്തിന് സന്തോഷം നൽകുന്ന ഒരു കാര്യമായി മാറുന്നുകൂടെ ചെയ്യുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ പരിണിത ഫലങ്ങളെ കുറിച്ച് പോലും ഈ കുട്ടികൾ ബോധവാന്മാരാണ്. കാരണം ആൾക്കൂട്ടമായി ആക്രമിച്ചാൽ ആരെയാണ് പ്രതി ചേർക്കുക, അല്ലെങ്കിൽ എത്രയാണ് കുറ്റം വരിക എന്നീ കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ ബോധവാന്മാരാണ്. ഒപ്പം ജുവനൈൽ കേസുകളുടെ ഒരു പോക്കിനെ കുറിച്ച്, എങ്ങനെ പ്രതിയാവും, എങ്ങനെ പ്രതിയായാൽ എങ്ങനെ ഊരിപ്പോവും, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ പോലും ഈ കുട്ടികൾ ബോധവാന്മാരാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുന്നു എന്നതാണ് ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ച. ഒരു മനുഷ്യത്വം എന്ന് പറയുന്നത് ഒരു തരിമ്പ് പോലും കാണിക്കാത്ത രീതിയിലുള്ള ഒരു ക്രൂരമായ കൊലപാതകമാണ് താമരശ്ശേരിയിൽ നടന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരു 15 വയസ്സുള്ള കുട്ടി, ഒരുപാട് കുടുംബം, ഒരുപാട് ആഗ്രഹങ്ങൾ അവശേഷിപ്പിക്കുന്ന 10ാം ക്ലാസ്സിന്റെ സ്റ്റഡി ലീവ് സമയമാണ്. ഇന്നലെ അച്ഛൻ പറയുമ്പോൾ അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന കാഴ്ച കണ്ടു. കാരണം പെയിന്റിംഗ് ജോലി ചെയ്ത് ജീവിതം പുലർത്തുന്ന അങ്ങേയറ്റം സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ജോലി ചെയ്ത് വീട്ടിൽ വരുമ്പോഴാണ് ഈ കുട്ടി ഈ കട്ടിലിൽ അവശരായി കിടക്കുന്നത് കാണുന്നത്. എന്താണ് മോനെ എന്ന് ചോദിക്കുമ്പോഴും ആ കുട്ടി പറയുന്നില്ല. എന്താണ് ആ കുട്ടിക്ക് പറയാൻ വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. കാരണം അത്രമേൽ അവശനായ ആളായിരുന്നു ആ യുവാവ്, ആ കുട്ടി. അതിനുശേഷമാണ് അദ്ദേഹം ഈ പരവശനായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു, പലയിടത്തും വിളിച്ച് വിവരങ്ങൾ തിരക്കുന്നു, എന്താണ് തന്റെ കുട്ടിക്ക് പറ്റിയത് എന്നതിനെ കുറിച്ച്. അതിനുശേഷമാണ് ഇത്തരമൊരു സംഘർഷം നടന്നതായി അറിയുന്നത്. വീട്ടിൽ നിന്നും 50 രൂപ കൈവശം കൊടുത്ത് പലഹാരം വാങ്ങാനായി പുറത്തേക്ക് വിട്ട കുട്ടിയാണ് സുഹൃത്തുക്കളുടെ കൂടെ ഈ ടൂറിസ്റ്റ് സെന്ററിന് സമീപത്തേക്ക് പോവുകയും ഈ സംഘർഷത്തിൽ ഒരു ഭാഗവാക്കാവുകയും അതീവ ഗുരുതരമായി പരിക്കേറ്റ് വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്ന, ഒരുപക്ഷെ ശരീരത്തിൽ മറ്റ് പരിക്കുകൾ ഉണ്ടായിരുന്നെങ്കിൽ, മുറിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ സംഭവം നടന്നപ്പോൾ തന്നെ കുട്ടി അത് പുറത്ത് പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷിക്കാൻ കഴിയാവുന്ന ഒരു വിലപ്പെട്ട ജീവനാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. എന്തായാലും ആ സംഘർഷത്തിന്റെ തൊട്ട് പിന്നാലെയെങ്കിലും ആശുപത്രി പ്രവേശിപ്പിച്ചാൽ കാര്യങ്ങൾ ഇത്രമേൽ വഷളാവുകയായിരുന്നില്ല ഉണ്ടാവുക. ഈ തലച്ചോറിന് മറ്റുമുണ്ടായ രക്തം കെട്ടി നിൽക്കുന്ന, അല്ല കട്ട പിടിക്കുന്ന ഒരു സാഹചര്യത്തിന് കുറച്ചെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമായിരുന്നു. എങ്ങോട്ട് നമ്മുടെ സ്കൂളുകൾ പോകുന്നു, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങോട്ട് നമ്മളെ നയിക്കുന്നു, ഈ സിനിമ പോലുള്ള മാധ്യമങ്ങൾ എങ്ങനെ കുട്ടികളെ ഈ പരസ്പരം ഈ അടി കൂടുന്നത് ആഘോഷമാക്കി മാറ്റുന്ന ഒരുപാട് സിനിമകളൊക്കെ ഉണ്ട്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇത് അനുസരിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. കുട്ടികളിൽ വലിയ പ്രഭാവം
ഇത്തരം കാര്യങ്ങൾ ചെലുത്തുന്നു എന്ന് തന്നെയാണ് ഈ കുട്ടികളുടെ പെരുമാറ്റങ്ങളിൽ നിന്നും അവരുടെ വർത്തമാനങ്ങളിൽ നിന്നും അവരുടെ ആഘോഷങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജ, ഇന്നലെ ഷഹബാസിന്റെ അച്ഛൻ നമ്മളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഞാനൊരു കാര്യം